ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ ഒരു ട്രെയിൻ ചെയ്തെടുത്ത മാവാണ്. ഇത് സാഫിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതിൻ്റെ സാഫിൻ്റെയൊക്കെ അംശങ്ങൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങോട്ട് വ്യക്തമാകുന്നില്ല, ഇപ്പം ഇതിലുണ്ട് സാഫിൻ്റെ അംശം ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞിട്ട് ഇതുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത്. ഇപ്പം നിറച്ച് തളിർത്ത് നല്ല രീതിയിൽ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ വെട്ടി ഒഴിവാക്കി വീണ്ടും ഇതിനെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് സാഫിൻ്റെ ആ വീഡിയോയ്ക്ക് അത് കാണുന്ന പോലെ നന്നായിട്ട് ഫോൺ ചെയ്ത് വിട്ടതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത ചില നടുക്കോട്ട് വരുന്ന, അതായത് നടുഭാഗത്തോട്ട് വരുന്ന ചില കമ്പുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഇതുപോലത്തെ വീക്കായിട്ടുള്ള തീരെ വീക്കായിട്ടുള്ള കമ്പുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വെട്ടിക്കളയണം. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ് ഒന്നും ചെയ്യും കൂടെ ഒരു മഴയുടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രയോജനങ്ങൾ ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ വേറൊരു ട്രെയിൻ ചെയ്ത മാവ് മാവിൻ്റെ ട്രെയിനിങ് വീഡിയോയിൽ കാണിച്ചൊരു മാവ് ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. ഇത് ഞാൻ ഏറ്റവും ആദ്യം ട്രെയിൻ ചെയ്ത് തുടങ്ങിയൊരു മാവുകളിലൊന്നാണ്. ഇതുണ്ടോ, ഈ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്ന ശിഖരങ്ങളാണിതൊക്കെ. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ കട്ട് ചെയ്തത് പിന്നെയും ബ്രാഞ്ചുകൾ വരുത്തി ഉണ്ടാക്കിയ രൂപപ്പെടുത്തിയെടുത്തൊരു ട്രെയിൻ ചെയ്തെടുത്ത മാവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വെച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്ന ബ്രാഞ്ചിലാണ് പിന്നെ ട്രെയിൻ ചെയ്തെടുത്തത്. പിന്നെ ഇവിടെ ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ മാങ്ങ പ്രാവശ്യം ഫസ്റ്റ് ടൈം കായ്ച്ചിട്ടുണ്ട്. വർഷമൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഇതിൽ ഞാൻ കോവൽ കയറ്റി വിടുന്ന കോവലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ മാവിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. കോവൽ കിടപ്പുണ്ട്, കായ്ച്ച് കിടപ്പുണ്ട്. അതുകൊണ്ടോ മാങ്ങ കായ്ച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നിഷ്പ്രയാസം, അതായത് കുട്ടികൾക്ക് പോലും പറിക്കാവുന്ന പൊക്കത്തിലാണ്, ഒരു 3-4 അടി പൊക്കത്തിലാണ് കിടക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, എല്ലാം നമുക്ക് കൈകൊണ്ട് ഈസിയായിട്ട് പറിക്കാവുന്ന രീതിയിലാണ് മാങ്ങ കിടക്കുന്നത്. താഴെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ഇത് തന്നെയാണ്. നമുക്ക് കൈകൊണ്ട് മാങ്ങ പറിക്കുക, ഒരു മാങ്ങ പോലും നഷ്ടപ്പെടുന്നില്ല. കോവൽ കയറി കിടപ്പുണ്ട്, കോവയ്ക്കൊക്കെ ഉണ്ട് അതിൽ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുകളിലൊക്കെ കോവൽ കയറി കിടപ്പുണ്ട്, അതിൽ കോവയ്ക്കയും കിടപ്പുണ്ട്. നമുക്ക് ആവശ്യത്തിന് കോവയ്ക്കായും കിട്ടുന്നുണ്ട്. ആഴ്ച കോവയ്ക്ക പറിക്കാൻ പറ്റുന്നുണ്ട്. മാവിന് ഇത്രയും പൊക്കമേ ഉള്ളൂ, നന്നായിട്ട് പടർന്ന് കിടപ്പുണ്ട്. ഇനി ഒന്നും വേണമെങ്കിൽ പ്രാവശ്യം സീസൺ കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പ്രൂൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മാവ് അത്യാവശ്യം പടർന്നിട്ടുണ്ട് നന്നായിട്ട്. പ്രാവശ്യം ഈ പ്രാവശ്യം മാങ്ങ പറിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഈ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. ഈ മാങ്ങ ഇതുണ്ട് കിടക്കുന്നത്. മാങ്ങയൊക്കെ ഇങ്ങനെ കായ്ച്ച് കിടക്കുവാണ്, ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആസ്വദിച്ച് എല്ലാം തന്നെ കിട്ടുന്നതെല്ലാം മാങ്ങയും പറിച്ചെടുക്കാൻ പറ്റും.